ചേട്ടാ, ഇറാൻ അത്യാധുനിക ആയുധങ്ങൾ ഉപയോഗിക്കാൻ പോവാണ്, അല്ലെങ്കിൽ പുറത്തു കൊണ്ടുവരാൻ പോവുകയാണ് ഇനി ആക്രമണത്തിനെന്ന് പറയുന്നു. ചേട്ടാ, ഇനി അങ്ങോട്ട് എന്തായിരിക്കും ഭാവി? അപ്പോൾ ഇറാൻ അത്യാധുനികമായ ആയുധങ്ങൾ ഉപയോഗിച്ചു എന്ന് പറയുന്നത് ഇപ്പോൾ അമേരിക്കയുടെ ഒരു പൈലറ്റിന്റെ വെളിപ്പെടുത്തലാണ് പുറത്തു വന്നിരിക്കുന്നത്. അതൊരു ആദ്യത്തെ ഉദാഹരണം. അതായത് ഇറാന്റെ കയ്യിൽ തന്ത്രപ്രധാനമായ നിരവധി മിസൈലുകൾ, ഡ്രോണുകൾ, ബാലിസ്റ്റിക് മിസൈലുകളൊക്കെ ഉണ്ടെന്ന് നമുക്കറിയാം. അതിന്റെ പുതിയ പുതിയ രൂപങ്ങൾ ഇറാൻ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഇസ്രായേലിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ ഭീഷണി സമീപ ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്നത്. കാരണം ഏത് നിമിഷവും ഒരു വലിയ ആക്രമണം ഇസ്രായേലിലേക്ക് ഇറാൻ നടത്തും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. അങ്ങനെ വന്നാൽ ഇസ്രായേലിനെ ഭസ്മമാക്കുക എന്നതിൽ കുറഞ്ഞൊന്നും ഇറാന്റെ മനസ്സിലില്ല എന്ന് തെളിയിക്കുന്ന വിധത്തിലാണ് ഇപ്പോൾ ഇറാന്റെ ആയുധ ശേഖരങ്ങൾ സംബന്ധിച്ച വാർത്തകൾ പുറത്തു വരുന്നത്. ഇപ്പോൾ അമേരിക്കയുടെ F-15 വിമാനം ഈ സമീപകാലത്ത് ഇറാൻ ഡ്രോണുകൾ ഉപയോഗിച്ച് തകർത്തിരുന്നു. അപ്പോൾ അതിന്റെ പൈലറ്റിന്റെ ഒരു ദൃക്സാക്ഷി വിവരണം എന്ന രീതിയിലാണ് ഇപ്പോൾ ഒരു വാർത്ത വലിയ തോതിൽ ചർച്ചയാകുന്നത്. അന്യഗ്രഹ ജീവികൾ ആക്രമിക്കാൻ വരുന്നത് പോലെ എന്നാണ് ആ വിമാനത്തിന്റെ പൈലറ്റ് മൊഴി നൽകിയിരിക്കുന്നത്. ആ മൊഴിയാണ് അന്താരാഷ്ട്ര വാർത്താ ഏജൻസികളും മാധ്യമങ്ങളും പുറത്തുവിട്ടത്. അതായത് ഒരു ജെല്ലി ഫിഷിന്റെ രൂപത്തിലുള്ള ഡ്രോണുകൾ. അതിപ്പോൾ ഒരുപാടിടങ്ങളിൽ അത് വാർത്തയായി വന്നിട്ടുണ്ട്. പക്ഷേ ആ വാർത്തയ്ക്കപ്പുറം എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അതായത് ജെല്ലി ഫിഷിന്റെ രൂപത്തിൽ ഇന്റർ കണക്ട് ചെയ്യുന്ന ഡ്രോണുകളുടെ കൂട്ടം. അതായത് ഒരു 10 ഡ്രോണുകൾ, അതിനടിയിൽ ഒരു 5 എണ്ണം, പിന്നെ അതിൻ്റെ അടിയിൽ ഒരു 15 എണ്ണം, അങ്ങനെ നെറ്റ്വർക്ക് ചെയ്യുന്ന രീതിയിൽ ഒരു ജെല്ലി ഫിഷ് പോലെ അള്ളിപ്പിടിച്ചൊരു വലിയ സങ്കേതത്തെ ഒറ്റയടിക്ക് ഭസ്മമാക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ഡ്രോണുകളുടെ ഒരു പുതിയ ശൈലി, അല്ലെങ്കിൽ ഒരു പുതിയ ഇനം ഡ്രോണുകളെ ഇസ്രായേൽ ഇറാൻ പരീക്ഷിച്ചിരിക്കുക. അപ്പോൾ ഇറാന്റെ ഈ പരീക്ഷണം എന്ന് പറയുന്നത് വിജയമായിരുന്നു. F-15 വിമാനം പോയി, പൈലറ്റ് രക്ഷപ്പെട്ടു. പക്ഷേ എങ്കിലും അമേരിക്കയെ സംബന്ധിച്ച് അമേരിക്കയുടെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള വിമാന ശേഖരങ്ങളിൽ ഒന്നിന് കാര്യമായ പരിക്കേൽപ്പിക്കാനായിട്ട് ഇറാന് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അപ്പാച്ചെ ഹെലികോപ്റ്റർ എന്ന് പറയുന്ന ഏറ്റവും താഴ്ന്നും അതിവേഗത്തിലും അതേസമയം ഉയർന്നുമൊക്കെ പറക്കാൻ കഴിയുന്ന ഇറാഖ് യുദ്ധ അധിനിവേശ സമയത്തും അഫ്ഗാൻ യുദ്ധ അധിനിവേശ സമയത്തുമൊക്കെ അമേരിക്ക ഉപയോഗിച്ച് വിജയിച്ച, അമേരിക്കയെ കരയുദ്ധത്തിൽ ഏറ്റവും അധികം സഹായിക്കുന്ന, ഒരുപക്ഷെ ഈ യുദ്ധം നീണ്ടുപോയി ഇറാനിലേക്ക് ഒരു കരയുദ്ധം നടക്കുകയായിരുന്നെങ്കിൽ അവിടെ മുന്നണി പോരാളികളെ പോലെ നിൽക്കാൻ കഴിയുമായിരുന്ന അപ്പാച്ചെ ഹെലികോപ്റ്റർ അമേരിക്കയുടെ പ്രസ്റ്റീജിയസ് ഹെലികോപ്റ്ററാണ്. അത് ഇറാൻ തകർത്തിരുന്നു. അതെങ്ങനെയാണ് തകർത്തതെന്നത് സംബന്ധിച്ച് ഇപ്പോഴും കൃത്യമായ ഒരു വിവരമില്ല. അത് മിസൈൽ ഉപയോഗിച്ചാണ്, വെടിവെച്ചിട്ടതാണ്, സംയുക്ത ആക്രമണമാണ് എന്ന് പല രീതിയിലാണ് വാർത്തകൾ വരുന്നത്. ആദ്യമൊക്കെ പല മാധ്യമങ്ങളിലും വന്ന് വെടിവെച്ചിട്ടതെന്നായിരുന്നു, ചിലയിടങ്ങളിൽ ഡ്രോണുകൾ ഉപയോഗിച്ചാണെന്ന് വന്നു, ചില മാധ്യമങ്ങളിൽ അത് ഏരിയൽ ഷോട്ട്സ് ആണ്, എന്താണ് എന്ന് വ്യക്തമല്ല എന്നായിരുന്നു. അപ്പോൾ ഇറാൻ ഉപയോഗിക്കുന്ന ആയുധങ്ങളുടെ വൈവിധ്യം, അതെങ്ങനെയാണ് ലക്ഷ്യത്തിലെത്തുന്നത് എന്നത് സംബന്ധിച്ച അവ്യക്തത ഇതിപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് അമേരിക്കയെ സംബന്ധിച്ച് ഒരു വലിയ ഭീതിയാണ് യുദ്ധരംഗത്ത്. പക്ഷെ ഇനി അങ്ങോട്ട് അമേരിക്ക ഇറാനെ ആക്രമിക്കുന്നില്ല എന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ ഈ ആയുധങ്ങളുടെ ശ്രേണി, ഈ പുത്തൻ ആയുധങ്ങൾ ഇറാൻ കൈവശം വെക്കുന്നു, ഇറാൻ ഈ ആയുധങ്ങൾ കൃത്യമായി ഉപയോഗിക്കുന്നു എന്നുള്ളത് ഏറ്റവും വലിയ ഭീഷണിയാകുന്നത് ഇസ്രായേലിനാണ്. ഈ ഇറാന്റെ കയ്യിൽ ഇപ്പോൾ തന്നെ ഒരു വജ്രായുധമുണ്ട്, അത് ഹോർമുസ് കടലെടുക്കാണ്. ഇനി എന്ത് സംഭവിച്ചാലും, ഇറാന് നേരെ ആര് ഇറങ്ങിത്തിരിച്ചാലും അപ്പോൾ ഹോർമുസ് അടയ്ക്കുക, അതുവഴി സമ്മർദ്ദം ചെലുത്തുക, അതിലൂടെ തങ്ങളുടെ കാര്യങ്ങൾ നേടിയെടുക്കുക എന്നുള്ളത് ഇറാൻ പരീക്ഷിച്ച് വിജയിച്ചിരിക്കുന്നു. അപ്പോൾ ഒരു വജ്രായുധം ഇറാന്റെ പക്കലുണ്ട്. അതോടൊപ്പം ഈ ജെല്ലി ഫിഷ് ടൈപ്പിലുള്ള ഡ്രോണുകൾ, അതുപോലെ തന്നെ അജ്ഞാതമായ പല ആയുധങ്ങൾ, ഇവയൊക്കെ ഇറാൻ ഇപ്പോഴും നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നു, പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു, വിജയിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഇസ്രായേലിനെ സംബന്ധിച്ച് ഒരു വലിയ ഭീതിയാണ്. അതാണ് ഇപ്പോൾ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമായി വന്നിരിക്കുന്നത്. ഇപ്പൊ ഇസ്രായേലും അമേരിക്കയും പോലെയല്ല, ഇറാൻ പറഞ്ഞത് ചെയ്യുന്നുള്ളത് നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഈ പ്രതീക്ഷിക്കാത്ത ഈ ടൈപ്പ് ആയുധങ്ങളൊക്കെ പുറത്തിറക്കുമ്പോൾ ഇവര് എങ്ങനെയായിരിക്കും യുദ്ധം മുന്നോട്ട് പോകാൻ സാധ്യത? ഇതിന്റെ ഭാഗം എന്തായിരിക്കും? യുദ്ധം മുന്നോട്ട് പോവുക എന്നുള്ളത് ഇസ്രായേലിനെ സംബന്ധിച്ചാണ്. ഇസ്രായേലാണ് അതിൽ ഇനിയൊരു തീരുമാനമെടുക്കേണ്ടത്. അതായത് ഇപ്പോൾ അമേരിക്കയും ഇറാനും കൈകൊടുത്തു, വെടിനിർത്തൽ കരാർ ഒപ്പുവെച്ചു. ദുർബലമായ കരാറാണ്. അമേരിക്കയെ സംബന്ധിച്ച് ദുർബലമാണ്. കാരണം ബലം മുഴുവൻ ഇറാനാണ്. ഇറാൻ പറഞ്ഞത് മുഴുവൻ അംഗീകരിക്കുന്ന ഒരു പത്രം എന്നതിനപ്പുറം ആ കരാറിൽ അമേരിക്ക പറഞ്ഞതൊന്നും തന്നെ നടപ്പായിട്ടില്ല. അതുകൊണ്ട് അതായത് ഇറാന്റെ ആവശ്യങ്ങൾക്ക് വഴങ്ങി ഇറാന് കരുത്താർജിക്കാനും ഇറാന് ശക്തമായി യുദ്ധരംഗത്ത് ഇറങ്ങാനും ഇറാന് ഒരു രാജ്യമെന്ന നിലയിൽ സ്വയം പര്യാപ്തത കൈവരിക്കാനും അന്താരാഷ്ട്ര തലത്തിൽ വാണിജ്യ ഇടപാടുകൾ നടത്തി നേട്ടമുണ്ടാക്കാനും ഒക്കെ ഉദ്ദേശിച്ചുകൊണ്ടുള്ള കുറേ നിർദ്ദേശങ്ങൾ അംഗീകരിച്ച, അല്ലെങ്കിൽ അതെല്ലാം അംഗീകരിച്ചുകൊണ്ടുള്ള ഒരു കരാർ. വാസ്തവത്തിൽ ഈ കരാർ എന്ന് പറയുന്നത് അമേരിക്ക ഇറാന്റെ ആവശ്യങ്ങൾ അംഗീകരിച്ചുകൊണ്ടുള്ള സമ്മതപത്രം എന്ന് വേണമെങ്കിൽ വായിക്കാം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇറാന് സമ്പത്തുണ്ട്, അവർ വളരെ കരുത്താർജിക്കുന്നു, അന്താരാഷ്ട്ര തലത്തിൽ ഇടപെടലുകൾ സജ്ജമാക്കുന്നു. ഹോർമുസ് കടലെടുക്ക് പൂർണ്ണമായി ഇറാന്റെ നിയന്ത്രണത്തിൽ വരുന്നു. ഹിസ്ബുള്ള എന്ന് പറയുന്ന ഇറാന്റെ പ്രോക്സി ഗ്രൂപ്പ് ഈ ഇസ്രായേലിന് നേരെ ശക്തമായ വെല്ലുവിളി നടത്തുന്നു.
ഇനി നിങ്ങൾ ഞങ്ങളെ ആക്രമിച്ചാൽ നിങ്ങൾ ബാക്കിയുണ്ടാകില്ല, നിങ്ങളുടെ സൈനിക സാധനങ്ങളൊക്കെ എടുത്ത് ഇവിടുന്ന് പൊക്കോളൂ എന്ന് അന്ത്യശാസനം ഹിസ്ബുള്ള കൊടുത്തിട്ടുണ്ട്. എങ്ങനെയാണ് ഈ വെടിനിർത്തൽ കരാർ വരുന്ന അതേ സമയത്ത് തന്നെ ഇറാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രോക്സി ഗ്രൂപ്പായിട്ടുള്ള ഹിസ്ബുള്ള ഇസ്രായേലിന് നേരെ ഇത്രയും ശക്തമായൊരു വെല്ലുവിളി നടത്തുന്നത്? അതായത് ഇസ്രായേൽ ഈ ഹിസ്ബുള്ളയ്ക്ക് നേരെ ലെബനനിൽ നടത്തിയ ആക്രമണത്തിൽ ഏതാണ്ട് 4200 പേർ ഇതുവരെ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അത്രയധികം ശക്തമായ ആക്രമണമാണ് ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനിടയിലും ഈ വെടിനിർത്തൽ കരാർ വന്നതിന് പിന്നാലെ ഹിസ്ബുള്ള ശക്തമായി ഇസ്രായേലിനെ വെല്ലുവിളിക്കണമെങ്കിൽ അതിൻ്റെ കാരണം ഇറാൻ നൽകാൻ പോകുന്ന ആയുധങ്ങളായിരിക്കും എന്നതിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത്. അതായത് ഒന്നുകിൽ ലെബനനിലേക്ക് അല്ലെങ്കിൽ ഹിസ്ബുള്ളയ്ക്ക് ഇറാൻ ഇതോടകം ആയുധങ്ങൾ നൽകിയിട്ടുണ്ടാകും. ആ ആയുധങ്ങൾ പ്രയോഗിക്കാൻ ഈ ജെല്ലി ഫിഷ് ഡ്രോണുകൾ പോലെയുള്ള ഇതുവരെ കണ്ടിട്ടില്ലാത്ത പ്രഹരശേഷി എത്രത്തോളം ഉണ്ടെന്ന് പ്രവചിക്കാൻ പോലും കഴിയാത്ത, ഇതുവരെ ആർക്കും പിടികൊടുക്കാത്ത, എന്നാൽ പ്രയോഗിച്ചിടങ്ങളിലെല്ലാം പരീക്ഷണങ്ങളിലെല്ലാം വിജയം നേടിയ ഒരുപാട് ആയുധങ്ങൾ ലെബനാനിലെത്തിയിട്ടുണ്ടാകാം. ഒരു സാധ്യത അതാണ്. 2, ഈ യുദ്ധത്തിലേക്ക് ഇറങ്ങാൻ ഇറാൻ തയ്യാറെടുക്കുകയാണ്. അതായത് ലെബനാനും ഇസ്രായേലും തമ്മിൽ നടക്കുന്ന യുദ്ധത്തിൽ ഇടപെടാൻ ഇറാൻ സജ്ജമാവുകയാണ്. അതിൻ്റെ സൂചനയായി അല്ലെങ്കിൽ അതിനുപയോഗിക്കാൻ വേണ്ടി പരീക്ഷണാടിസ്ഥാനത്തിൽ പുതിയ ആയുധങ്ങൾ ഇറാൻ പ്രയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി മൂന്നാമതായുള്ള ഒരു വലിയ സാധ്യത അല്ലെങ്കിൽ ഇപ്പോൾ വരാൻ പോകുന്ന ഒരു സാഹചര്യം, ഇസ്രായേൽ ഇറാനെയും വെല്ലുവിളിക്കുന്നുണ്ട്, അമേരിക്കയും വെല്ലുവിളിക്കുന്നുണ്ട്. അമേരിക്കയോട് പറഞ്ഞു, നിങ്ങളുടെ പാടായി നിങ്ങൾ വരണ്ട, ഞങ്ങൾ ഒറ്റയ്ക്ക് യുദ്ധം ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇസ്രായേലിനെ സംബന്ധിച്ച്, അതിൻ്റെ ഭരണാധികാരിയെ സംബന്ധിച്ച് നെതന്യാഹു എപ്പോഴും ഒരു യുദ്ധം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. കാരണം അവിടെ തെരഞ്ഞെടുപ്പ് ഉണ്ടാകരുത്, സുപ്രീം കോടതിയിൽ തനിക്കെതിരായ പ്രോസിക്യൂഷൻ നടപടികൾ ഉണ്ടാകരുത്, അതുകൊണ്ട് തന്നെ യുദ്ധം തുടരണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. അപ്പോൾ ഈ കരാറിൻ്റെ ഭാഗമായാൽ യുദ്ധം നടത്താൻ കഴിയില്ല. അതുകൊണ്ടാണ് നെതന്യാഹു കരാറിൽ നിന്ന് പിന്മാറി നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ യുദ്ധം മൂർച്ഛിക്കണമെങ്കിൽ, അവിടെ തെരഞ്ഞെടുപ്പ് നടക്കാതിരിക്കണമെങ്കിൽ, ഈ പ്രോസിക്യൂഷൻ നടപടികൾ നിർത്തിവെക്കപ്പെടണമെങ്കിൽ, തൻ്റെ ഭാഗമായിരുന്നു ശരി എന്ന് ജനങ്ങളെ ഇനിയെങ്കിലും ബോധ്യപ്പെടുത്തണമെങ്കിൽ നെതന്യാഹുവിന് ഇറാന് നേരെ ആക്രമണം നടത്തേണ്ടി വരും. അതായത് ഇറാൻ ഇസ്രായേലിന് നേരെ ഏതെങ്കിലും തരത്തിൽ പ്രകോപനം ഉണ്ടാക്കിയാലും ഇല്ലെങ്കിലും ഈ ലെബനാനിൽ നിന്ന് ഇസ്രായേലിലേക്ക് ആക്രമണങ്ങൾ വർദ്ധിച്ചാൽ ഇസ്രായേൽ ഇറാന് നേരെ ആക്രമണം നടത്താനുള്ള സാധ്യതയുണ്ട്. ഇനിയല്ല, നേരെ തിരിച്ചും സംഭവിക്കാം. ലെബനാന് നേരെ ആക്രമണങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ഈ യുദ്ധം തുടർന്നുകൊണ്ടു പോകുമെന്നും കരാറിൽ ഞങ്ങളില്ലെന്നും കരാറ് ഞങ്ങൾ അംഗീകരിക്കില്ലെന്നും നിരന്തരമായി ഇസ്രായേൽ പറഞ്ഞാൽ ഇറാൻ ദിവസങ്ങൾക്ക് മുൻപ് സംഭവിച്ചതുപോലെ ഇസ്രായേലിന് നേരെ ശക്തമായ ആക്രമണം നടത്താൻ സാധ്യതയുണ്ട്. ഒരുപക്ഷെ അതിന് വേണ്ടിയിട്ടായിരിക്കാം വരാൻ പോകുന്ന വലിയ യുദ്ധത്തിൽ അമേരിക്ക ഇല്ല എന്ന് പറയുന്നു. ഗൾഫ് രാജ്യങ്ങളുടെ കടുത്ത സമ്മർദ്ദമുള്ളതുകൊണ്ട് അമേരിക്ക വരാനുള്ള സാധ്യത കുറവാണ്. നവംബറിൽ അമേരിക്കയിൽ മിഡ് ടേം ഇലക്ഷനാണ്. ട്രംപിൻ്റെ സ്ഥിതി ദുർബലമാണ്. ട്രംപിനെതിരെ US സെനറ്റിൽ പ്രമേയം പാസ്സായിട്ടുണ്ട്. ഇറാനെതിരായിട്ട് യുദ്ധം ചെയ്യണമെങ്കിൽ US കോൺഗ്രസിന് അനുമതി വേണം. അതായത് യുദ്ധാധികാരത്തിന് നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് ട്രംപിൻ്റെ പാർട്ടിക്കാരുൾപ്പെടെ ട്രംപിനെതിരെ വോട്ട് ചെയ്തു. അപ്പോൾ സ്വാഭാവികമായിട്ടും ട്രംപിന് ഇനി അങ്ങോട്ട് പഴയതുപോലെ ഇറാനെ കയറി ആക്രമിക്കാൻ കഴിയും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇസ്രായേൽ 2 കൽപ്പിച്ചിറങ്ങും. അങ്ങനെ വന്നാൽ ഇസ്രായേലും ഇറാനും തമ്മിലുള്ള ഒരു വലിയ യുദ്ധം, അതാണ് പശ്ചിമേഷ്യ കാണാൻ പോകുന്നത്. അതിന് സജ്ജമായിക്കൊണ്ടിരിക്കുകയാണ് ഇറാൻ. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇതുവരെ കാണാത്ത, ഇതുവരെ നമ്മളറിയാത്ത, ഇതുവരെ ഇറാൻ പ്രയോഗിക്കാത്ത ആയുധങ്ങൾ അവർ പ്രയോഗിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇസ്രായേലും അമേരിക്കയും വിചാരിക്കുന്നതിനും അപ്പുറം എത്തിയിരിക്കുകയാണ് ഇറാനിൽ. വലിയ ആയുധങ്ങളും വലിയ പ്രഹരശേഷിയുള്ള ഒരുപാട് ആയുധങ്ങൾ മുന്നിൽ നിർത്തിക്കൊണ്ടുള്ള ഒരു യുദ്ധമായിരിക്കും ഇനി ഉണ്ടാകാൻ പോകുന്നത്. ഇനി യുദ്ധം ഉണ്ടായാൽ ഈ ഇറാൻ ഒരു ദാക്ഷിണ്യവും കാണിക്കില്ല. കാര്യം ഇറാൻ മുന്നോട്ട് വെച്ച സ്ട്രാറ്റജിയിലേക്ക് എത്തിയിരിക്കുകയല്ലേ അമേരിക്ക. ഇറാനെ സംബന്ധിച്ച് ഇറാൻ കരുത്ത് തെളിയിച്ചു. അമേരിക്ക ഇറാന് മുന്നിൽ മുട്ടുകുത്തി. ഇറാനുമായിട്ടുള്ള യുദ്ധത്തിൽ നിന്ന് അമേരിക്ക പിന്മാറി ഒരു ലോകശക്തിയെ മുട്ടുകുത്തിച്ചതിൻ്റെ സർവ്വ ആധിപത്യവും അഹങ്കാരവും ഇറാനുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. അപ്പം അതുകൊണ്ട് തന്നെ ഇനി ഇറാൻ ആരെയും നോക്കേണ്ട കാര്യം, തങ്ങളാണ് സുപ്രീം പവർ എന്നവർ തെളിയിച്ചിരിക്കും. അതുകൊണ്ട് തന്നെ ഇറാനെ സംബന്ധിച്ച് ഇസ്രായേലിനെ ആക്രമിക്കുക എന്നുള്ളത് അവരുടെ കരുത്ത് പ്രൂവ് ചെയ്യാനുള്ള ഒരു അവസരം കൂടിയാണ്. എന്ന് മാത്രമല്ല, ഒരു ബദ്ധശത്രുവിനെ അടിക്കാൻ കിട്ടുന്ന അവസരം ഇനി ഇറാൻ വേസ്റ്റ് ചെയ്യില്ല. ഇനി അങ്ങനെ ഒരു ആക്രമണം ഉണ്ടായാൽ അമേരിക്കയും അതിലിടപെടുന്നതിന് പരിമിതിയുണ്ട്. അപ്പോൾ ട്രംപ് പറയും ഇറാനെ ആക്രമിക്കും, ഇറാൻ ഇത് പാലിക്കണം, മറ്റേ പാലിക്കണം, മറിച്ച് പാലിക്കണം എന്ന് പറയുമ്പോഴും അവിടെ അമേരിക്കൻ സെനറ്റ് ട്രംപിനെതിരാണെന്നുള്ളത് കൊണ്ട് തന്നെ പറച്ചിലിനപ്പുറം ട്രംപ് പ്രവർത്തിക്കാൻ സാധ്യതയില്ല. പക്ഷെ അതേസമയം ഹിസ്ബുള്ളയും കരുത്തരായ ഇറാനും ഇസ്രായേലിനെ തലങ്ങും വിലങ്ങും പിടിക്കും. ഈ വെടിനിർത്തൽ കരാർ നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ, അത് ഇസ്രായേൽ അതിന് ഭാഗമല്ല എന്ന് ഇസ്രായേലാണ് പറഞ്ഞത്,
അപ്പോൾ സ്വാഭാവികമായിട്ടും ഇസ്രായേലും ഇറാനും യുദ്ധം ചെയ്തു കഴിഞ്ഞാൽ അത് ഈ കരാറിന് പുറത്താണ്, ഇസ്രായേലിന്റെ ഭാഷ അനുസരിച്ച്. അപ്പോൾ അതിൽ കരാർ ലംഘനവുമില്ല, ഇറാനെതിരെ നടപടി സ്വീകരിക്കാനും കഴിയില്ല. മാത്രമല്ല, ഇറാൻ ഗൾഫ് രാജ്യങ്ങളെ ആക്രമിക്കാത്തിടത്തോളം കാലം നമ്മൾ കാഴ്ചക്കാരായി നിന്നാൽ മതി എന്ന നിലപാടിലേക്ക് ഗൾഫ് രാജ്യങ്ങൾ പോകും. അങ്ങനെ വന്നാൽ അത് ഇസ്രായേലിന് വലിയ തിരിച്ചടിയാണ്. രക്ഷിക്കാൻ ആരുമില്ലാതെ, ഇടനില നിൽക്കാൻ ആരുമില്ലാതെ ഇസ്രായേൽ വലഞ്ഞു പോകുന്ന അവസ്ഥയിലേക്ക്, തുലയ്ക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകും. കാരണം ഞാൻ പറയാൻ കാര്യം, ഇതിനു മുമ്പൊക്കെ ഇസ്രായേൽ യുദ്ധത്തിന് ഇറങ്ങി പുറപ്പെട്ട് എപ്പോഴൊക്കെ ഇസ്രായേലിന് തിരിച്ചടി വന്നിട്ടുണ്ടോ അപ്പോഴൊക്കെ അമേരിക്കയായിരുന്നു മധ്യസ്ഥന്റെ റോളിൽ വന്ന് വെടിനിർത്തൽ ചർച്ചകൾ നടത്തിയത്. ഇപ്പൊ ഇറാന്റെ ഈ വിഷയത്തിൽ ഏറ്റവും ഒടുവിൽ സംഭവിച്ച ഈ കാര്യത്തിലായാലും ഇപ്പൊ ഈ വെടിനിർത്തൽ ഉണ്ടായതും ലബനാനിലേക്ക് ഇസ്രായേൽ ആക്രമണം നടത്തിയപ്പോൾ ഇസ്രായേലിനെ കയറി അടിച്ചപ്പോഴാണ്, ഗൾഫ് രാജ്യങ്ങളിലേക്ക് അടിച്ചപ്പോഴാണ് പൊടുന്നനെ ട്രംപ് വെടിനിർത്തലിന്റെ ശക്തി കൂട്ടിയത്. ഇതിനു മുമ്പ് 13 ദിവസം നീണ്ടു നിന്ന ഇറാന്റെ ആക്രമണങ്ങൾ ഇസ്രായേലിലേക്ക് ഉണ്ടായിരുന്നു. അന്നും അമേരിക്കയായിരുന്നു മധ്യസ്ഥൻ. അതിനു മുമ്പ് ഹൂത്തികൾ ഇടപെട്ട് ഇസ്രായേൽ കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തി. ആദ്യം ഹൂത്തികൾ അവസാനിപ്പിക്കാൻ ശ്രമിച്ചു, നടക്കില്ലെന്ന് കണ്ടപ്പോൾ അവിടെയും മധ്യസ്ഥ വഹിച്ച അമേരിക്കയായിരുന്നു. ഹിസ്ബുള്ളയുമായി ഗസ യുദ്ധം അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ വെടിനിർത്തൽ കരാറിൽ മുൻകൈയെടുത്ത് ലബനാൻ ഇസ്രായേൽ പ്രശ്നത്തിന് നടുവിൽ നിന്നത് അന്നും ഇസ്രായേലിനെ സംരക്ഷിച്ചത് അമേരിക്കയായിരുന്നു. അതുപോലെ തന്നെ അതിനു മുമ്പ് ഗസയിൽ ഏറ്റവും അവസാനം അല്ലെങ്കിൽ ഏറ്റവും ആദ്യം ഈ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് ഗസയിൽ രൂക്ഷമായ ആക്രമണം ഇസ്രായേൽ നടത്തി. അതിനെതിരെ ഇറാൻ ശക്തമായി ആക്രമിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകി. ഹമാസിന്റെ ഭാഗത്ത് നിന്ന് ഇസ്രായേലിനെതിരെ വലിയ തിരിച്ചടിയുണ്ടായി. ഗൾഫ് രാജ്യങ്ങൾ ശക്തമായിട്ട് വിഷയത്തിലാണ്. അങ്ങനെ വലിയ സമ്മർദ്ദം ഇസ്രായേലിനെതിരെ വന്നപ്പോൾ അവിടെയും വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിലാക്കാൻ അമേരിക്ക ഇടപെട്ടു. അത് ആദ്യഘട്ടത്തിൽ യുദ്ധത്തിന് കൂട്ടുനിൽക്കുകയും പിന്നീട് സമാധാനത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്ത് അവിടെ ആയുധക്കച്ചവടം പല ബിസിനസ്സും ഉണ്ട്. എങ്കിൽ പോലും ഇസ്രായേലിനെ പലപ്പോഴും സംരക്ഷിച്ചത് അടി കിട്ടാതെ, അല്ലെങ്കിൽ അടി കിട്ടുമ്പോൾ തടഞ്ഞു നിർത്തിയിരുന്നത്, അല്ലെങ്കിൽ ഈ യുദ്ധം പെട്ടെന്ന് മധ്യസ്ഥയിലേക്ക് കൊണ്ടുവരുന്ന അമേരിക്കയാണ്. ഇനി അത് ഉണ്ടാകാനുള്ള സാധ്യതയില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഈ കൊടൂരമായ ആയുധങ്ങൾ, ഇറാൻ ഉണ്ടാക്കിയ ആയുധങ്ങൾ ഇസ്രായേലിന് മരണഭീതി ഉണ്ടാക്കാൻ തക്കവണ്ണമുള്ളതാണ് എന്നുള്ളതിൽ സംശയമില്ല. കാരണം ഇറാൻ അടിച്ചാൽ ഇസ്രായേലിന് കൊള്ളുമെന്നുള്ളത് തെളിയിക്കപ്പെട്ടതാണ്. അപ്പോൾ കൂടുതൽ പ്രഹരശേഷിയുള്ള വൈവിധ്യങ്ങളായിട്ടുള്ള ആയുധങ്ങൾ, അത് അമേരിക്കയുടെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള യുദ്ധമുഖങ്ങളെ തകർത്തിട്ടുള്ള ആയുധങ്ങൾ, അത് അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങൾ അടക്കം തകർത്ത ആയുധങ്ങൾ, ആ ആയുധങ്ങൾ അമേരിക്കൻ കപ്പലുകൾക്ക് നേരെ പ്രയോഗിച്ച, ആ കപ്പലുകളെ വിരട്ടി ഓടിച്ച ആയുധങ്ങൾ, ആ കപ്പലുകളുടെ എഞ്ചിനുകൾ പോലും തകർത്തു എന്ന് ഇറാൻ അവകാശപ്പെടുന്ന ആയുധങ്ങൾ. അങ്ങനെ ഒരു വലിയ കൂട്ടം ആയുധങ്ങൾ ഈ യുദ്ധ കാലയളവിൽ ഇറാൻ ഉപയോഗിച്ചിട്ടുണ്ട്. പുതുമയുള്ള ആയുധങ്ങൾ ഇതെല്ലാം ചേർത്ത് വെച്ചിരിക്കുന്നത്. ഇപ്പം പുതിയ മിസൈൽ സിറ്റികൾ, 60-ലധികം മിസൈൽ സിറ്റികൾ ഇറാൻ സജ്ജമാക്കി വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ഇസ്രായേൽ ആക്രമിച്ചാൽ ഇനി ഒരു തരത്തിലുള്ള മയവുമില്ലാതെ തിരിച്ചടിക്കാൻ വേണ്ടിയിട്ടാണെന്നാണ് മനസ്സിലാക്കുന്നത്.